പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. അതിന് 1-ാം വാക്യത്തിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ചില ചെത്തലുകളും ചില വെടിപ്പാക്കലുകളും ഒക്കെ നിങ്ങളുടെ ലൈഫിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് അധികം ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ചില ചെത്തലുകൾ നിന്റെ ലൈഫിനകത്ത് വരുന്നത്. പലപ്പോഴും ചെത്തലുകളൊക്കെ വരുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരാം. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം കഷ്ടത, ഇത്രയധികം പ്രതികൂലം, ഇത്രയധികം പരിഹാസം എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ കർത്താവ് ഒത്തിരിയധികം സ്നേഹിക്കുന്നു. നീ ഒത്തിരിയധികം ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് ദൈവം ആ ചെത്തലുകളെ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് തരുന്നത്. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം അധിക ഫലം നിങ്ങൾ കായ്ക്കുക. കർത്താവ് നിങ്ങളെപ്പറ്റി എന്താഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് വണ്ണം ഏത് രീതിയിൽ എത്രയധികം ഫലം കായ്ക്കണമോ അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. അതിനുവേണ്ടി ഒരുക്കുന്നത് കൊണ്ടാണ് ചില ചെത്തലുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് വരുന്നത്. ചില സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് പെട്ടെന്ന് നിന്നെ അവിടെ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ, ചില ഹല്ലേലൂയ കൂട്ടുകെട്ടുകൾക്കകത്തു നിന്ന്, ചില മറ്റുള്ള സാഹചര്യങ്ങൾക്കകത്തു നിന്ന്, ഒരുപക്ഷെ നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് ഒക്കെ ആയി തോന്നുന്ന ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്നും, സമൂഹത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ചില മേഖലകളിൽ നിങ്ങൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക, കർത്താവ് അധിക ഫലം കായ്ക്കുവാൻ അവിടെ നിന്ന് നിന്നെ മാറ്റിയതാണ്, നിന്നെ ചെത്തിയതാണ്. കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുവാൻ. ആ വചനം ഇങ്ങനെ താഴേക്ക്, ആ അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നിൽ വസിക്കുന്നു ഞാൻ അവനിലും നിങ്ങളിലും വസിക്കുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പം കർത്താവിൽ വസിക്കാതെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഫലം കായ്ക്കും. ഈ ദൂതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ കർത്താവിലാണ് വസിക്കുന്നത്, കർത്താവ് എന്നെ അകത്ത് വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഫലം കായ്ക്കും. ആ ചെത്തലിന് വേണ്ടി, ചില ചെത്തലിന് വേണ്ടി ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അധിക ഫലം ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് കായ്ക്കുവാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ മേഖലകൾക്കകത്ത് ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ഒന്നുകൂടെ കർത്താവിനോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. അപ്പാ, ഞാൻ നിന്നിൽ വസിക്കാൻ തയ്യാറാണ്, എന്നിൽ അധികം ഫലം കായ്ക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ഒത്തിരി ഫലം കായ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ മേഖലയിൽ വന്നുപോയ കുറവ് കൊണ്ടോ ബലഹീനതകൾ കൊണ്ടോ എൻ്റെ പാപപ്രവർത്തികൾ കൊണ്ടോ ഫലം കായ്ക്കുവാൻ കഴിയാത്ത ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ അധിക ഫലം കായ്ക്കുവാനായി പ്രയോജനപ്പെടുത്തിയെടുക്കും. ചില ചെത്തലുകൾ കണ്ട് ഭാരപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. നീ അധിക ഫലം കായ്ക്കാൻ തുടങ്ങിയ 2024 പൂർത്തീകരിക്കുന്നതിന് മുന്നേ അടുത്ത പുതിയൊരു വർഷത്തിനകത്തേക്ക് നിങ്ങൾ കയറുമ്പോൾ അധിക ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. ഈ ദൂതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.